ആമേൻ. ഹല്ലേലൂയ. ഒന്ന്, നമ്മുടെ ഹ്യൂമൻ ബോഡി ഫിറ്റ് ആയിരിക്കണം. രണ്ട്, നമ്മുടെ സ്വയം നാം ത്യജിച്ച് ദൈവ ഇഷ്ടത്തിനായി ഏൽപ്പിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ പരിശുദ്ധാത്മാവിനെ നമ്മളുടെ ബോഡി ഉപയോഗിക്കുവാനായിട്ട് പറ്റൂ. ഈ നാളുകളിൽ ദൈവവചനം പഠിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം, ദൈവത്തിന് വേണ്ടത് നമ്മുടെ കഴിവല്ല, ദൈവത്തിന് വേണ്ടത് നമ്മുടെ അവൈലബിലിറ്റിയാ. ആമേൻ. ഹല്ലേലൂയ. പലരോടും ഞാൻ പറയും, ഞാൻ ഇവിടുന്ന് അവിടെ വയനാട്ടിലും ആ മലയൊക്കെ കയറി അതിന്റെ മുകളിലൊക്കെ ചെന്നിരിക്കുമ്പോൾ അയാളോട് പറയാറുണ്ട്, എന്റെ ഹൃദയം ഇവിടെയാ. ആമേൻ. എന്റെ ഹൃദയം ഇവിടെയാ. പക്ഷെ ഞാൻ അവിടെ ചെല്ലാതെ ദൈവത്തിനെ ആ ദൈവദാസന്മാരോട് സംസാരിക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അല്ല എങ്കിൽ എന്നെ പോലെ വേറൊരാളെ ദൈവം ഒരുക്കിയെടുക്കണം. മനസ്സിലായോ? നമ്മളെ ഒരുക്കിയെടുക്കുന്ന ഒരു പീരീഡ് ഉണ്ട്. നമ്മൾ എത്രത്തോളം പരിശുദ്ധാത്മാ ശുശ്രൂഷയെ തകർക്കപ്പെടുന്നുവോ അത്രത്തോളം മാത്രമേ നമ്മളിലൂടെ ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിക്കുവാൻ കഴിയൂ. ആമേൻ. അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി അവതരിപ്പിക്കുന്നത് നമ്മളെ ആയിരിക്കും, ദൈവത്തിന്റെ ആത്മാവിനെ ആയിരിക്കത്തില്ല. ആമേൻ. അപ്പോൾ ബോഡിയുടെ ഇമ്പോർട്ടൻസ് നാം മനസ്സിലാക്കിക്കൊള്ളണം. When we does not know the purpose of a thing, we will abuse that. ഒരു കാര്യത്തിന്റെ പർപ്പസ് നമുക്ക് അറിഞ്ഞുകൂടാ എങ്കിൽ നമ്മൾ അതിനെ മിസ്യൂസ് ചെയ്യും, നമുക്കത് ഡാമേജ് ആയി പോകും. അതുകൊണ്ട് ദൈവം കഴിവില്ലാത്തവന്റെ കയ്യിൽ ഒന്നും കൊടുക്കത്തില്ല. കഴിവില്ലാത്തവന്റെ കയ്യിൽ ഒന്നും കൊടുക്കത്തില്ല. അതായത് മനുഷ്യ കഴിവല്ല, ദൈവം ആ വ്യക്തിയെ തന്റേതായ വിദ്യാഭ്യാസ സിസ്റ്റത്തിലൂടെ കഴിവുള്ളവനാക്കി എടുക്കും, സ്വർഗീയ കഴിവുള്ളവനാക്കി എടുക്കും. അതിനുശേഷമേ കാര്യങ്ങൾ ആ വ്യക്തിയുടെ കയ്യിൽ കൊടുക്കൂ, അല്ലെങ്കിൽ ആ വ്യക്തി അത് നശിപ്പിച്ച് കളയും. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടിട്ടുണ്ട്, ജോസഫിന് ദർശനം കൊടുത്തു. പലരും ഈ പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ പലരും കംപ്ലൈന്റ് പറയുക, ദൈവം ഞങ്ങൾക്കൊരു ദർശനം തന്നിട്ട് ദൈവം അത് പാലിക്കുന്നില്ല, ദൈവം ഞങ്ങൾക്കൊരു വാഗ്ദത്തം തന്നിട്ട് ദൈവം അത് പാലിക്കുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞു, പ്രിയരെ, ദൈവം വാഗ്ദത്തം തന്നാൽ ദൈവം അത് സാധിപ്പിക്കുക തന്നെ ചെയ്യും. ദൈവദാസനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത് കിട്ടും. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചാലൊന്നും അത് കിട്ടത്തില്ല. ദൈവം വിശ്വസ്തന, ദൈവം വാഗ്ദത്തം തന്നാൽ ദൈവം അത് ചെയ്യും. അത് പ്രാർത്ഥിച്ചിട്ടല്ല കിട്ടുന്നത്, വാഗ്ദത്തം തന്ന ദൈവം വിശ്വസ്തനാണ് തരാൻ. പക്ഷെ അത് വാങ്ങിക്കുന്ന അത് വാങ്ങിക്കാൻ യോഗ്യത പ്രാപിച്ചാൽ ദൈവം അത് തന്നിരിക്കും. ആമേൻ. അത് പ്രാർത്ഥിക്കണ്ട, നമ്മൾ യോഗ്യരായാൽ മതി. ആമേൻ. പ്രാർത്ഥിച്ചു, ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ്, പ്രിയ കുഞ്ഞെ നിനക്ക് തരണമെന്നുള്ളത്. ദൈവം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് തന്റെ സ്വഭാവം ത്യജിക്കാൻ പറ്റില്ല. ദൈവം വിശ്വസ്തനാ, തന്നിരിക്കും. പക്ഷേ നമ്മളതിന് യോഗ്യരായി തീരണം. ജോസഫിന് വാഗ്ദത്തം കൊടുത്തു, ശരിയല്ലേ? പക്ഷേ കാര്യം കൊടുത്തോ? ഇല്ല. തുടർന്ന് വാഗ്ദത്തം കിട്ടിയ ജോസഫ് തുടർന്ന് എങ്ങോട്ടാ പോയേ? നേരെ സഹോദരന്മാരെടുത്ത് പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടു. അവിടുന്ന് ദൈവത്തിന്റെ വിദ്യാഭ്യാസം ആരംഭിപ്പിക്കുകയാണ് അവിടെ. തുടർന്ന് അവിടുന്ന് അടിമഭവനത്തിലേക്കായി, അടിമ കച്ചവടക്കാർ. തുടർന്ന് അടിമവേലയിൽ അപമാനം, താൻ നല്ലത് ചെയ്തിട്ടും അപമാനം അനുഭവിക്കുക. വീണ്ടും താൻ രക്ഷിക്കുമെന്ന് ചിന്തിച്ചു, പക്ഷെ താൻ കാരാഗ്രഹത്തിൽ പലരും താൻ രക്ഷിക്കുമെന്ന് ചിന്തിച്ചു, പക്ഷെ അവരാരും രക്ഷിച്ചില്ല. ഈ സമയത്തെല്ലാം ദൈവം പല പല കാര്യങ്ങൾ ജോസഫിനെ പഠിപ്പിക്കുകയായിരുന്നു. ആമേൻ. തുടർന്ന് ജോസഫ് ഈ ദൈവം കൊടുത്ത വാഗ്ദത്തം അനുഭവിക്കാൻ ഒരു യോഗ്യനായി തീർന്നു. ആ സമയത്ത് ദൈവം താൻ കൊടുത്ത വാഗ്ദത്തം ജോസഫിന്റെ ജീവിതത്തിൽ അനുവദിച്ചു. ആമേൻ. ദൈവം വാഗ്ദത്തം ചെയ്താൽ മാറുകയില്ല, പക്ഷെ വാഗ്ദത്തം പ്രാപിക്കുവാൻ നമ്മൾ യോഗ്യത പ്രാപിക്കുകയാണ് വേണ്ടത്. ആമേൻ. വാഗ്ദത്തം കിട്ടിയതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട, കർത്താവേ അങ്ങ് തന്ന വാഗ്ദത്തത്തിനായി നന്ദി പറഞ്ഞാൽ മതി. തുടർന്ന് ദൈവത്തിന് ശുശ്രൂഷയിൽ നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. പ്രിയരെ, ദൈവം നമുക്ക് ഒരു കാര്യത്തിന് വെച്ചിട്ടുള്ള പർപ്പസ് നാം അറിയുന്നില്ല എങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ഭാവി നശിപ്പിച്ചു കളയും. ദൈവത്തിന്റെ പർപ്പസിനെതിരെ നാം മല്ല പിടിച്ചാൽ നമ്മുടെ സമയം പോകും. കാരണം ദൈവത്തിന്റെ പർപ്പസിനെ ഒരിക്കലും നമുക്ക് ജയിക്കുവാൻ പറ്റുകയില്ല. ദൈവത്തിന്റെ പർപ്പസ് ജയിക്കാൻ പറ്റില്ല. പകരം നമ്മൾ അതിനെതിരെ മല്ല് പിടിച്ചാൽ നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും. അത് ദൈവത്തിന്റെ പർപ്പസ് എന്ന് മാത്രമല്ല, ഭൗതിക ലോകത്തുള്ള സകലതും. ഒരിക്കല് ഞാനും വൈഫും കുഞ്ഞുങ്ങളുമായിട്ട് അന്ന് ഡോൺമോനെ ഉള്ളൂ, ആ മൂത്ത മകനുമായിട്ട് ഞങ്ങള് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി. ആ സൂപ്പർ മാർക്കറ്റിലേക്ക് ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ അവിടെ കാര്യങ്ങളെല്ലാം മനോഹരമായിട്ട് വെച്ചിരിക്കുകയാണ്.
ഈ മനോഹരമായിട്ട് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ അവിടെ ഗ്ലാസിന്റെ സെക്ഷനിൽ, ഫ്ലാസ്കിന്റെ സെക്ഷനിലേക്ക് പോയി. കുഞ്ഞിനെ സംബന്ധിച്ച് ഈ മനോഹരമായ ഈ ഫ്ലാസ്ക് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക, നല്ല പൂക്കളൊക്കെ ഉള്ള ഡിസൈനുള്ള ഫ്ലാസ്കുകൾ. കുഞ്ഞിനെ അറിഞ്ഞുകൂടാ ഈ ഫ്ലാസ്കിന്റെ ഉദ്ദേശം എന്നാ, അതിന്റെ പർപ്പസ് എന്താണെന്ന്. അവന്റെ ചിന്തയിൽ ഈ ഫ്ലാസ്ക് കളിക്കാനുള്ള ഒരു കളിപ്പാട്ടമാണ്. ഈ ഫ്ലാസ്ക് കണ്ടതോടുകൂടി തന്റെ കൈ എടുത്തിട്ട് ഒറ്റ അടി അടിച്ചു ഫ്ലാസ്ക് ആയിട്ട്. എന്ത് സംഭവിച്ചു? ആ ഫ്ലാസ്ക് താഴെ വീണു. കുഞ്ഞിനെ അറിഞ്ഞുകൂടായിരുന്നു ഈ ഫ്ലാസ്ക് എന്തിനുള്ളതാ. അതിന്റെ ഉള്ളിലേക്ക് ഏതെങ്കിലും ദ്രാവകം ഒഴിച്ചാൽ അത് ചൂടോടുകൂടി അവിടെ ഇരിക്കും. ഇതാണ് അതിന്റെ പർപ്പസ്. പക്ഷെ കുഞ്ഞിന്റെ ചിന്തയിൽ ഫ്ലാസ്ക് ഇപ്പൊ എന്തിനുള്ളതായിരുന്നു? കളിക്കാനുള്ളതാ. അവൻ എന്ത് കിട്ടിയാലും കളിക്കാനുള്ളതിൽ അടിക്കുന്നത് പോലെ ഈ ഫ്ലാസ്കിലും അടിച്ചു. ഫ്ലാസ്ക് താഴെ വീണു. ഞാനത് എടുത്തു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഉത്സവപ്പറമ്പിലെ കിളിക്കണ്ടം വാങ്ങിക്കുന്നത് പോലെ ഫ്ലാസ്ക് എടുത്തതോടെ അതിൻ്റെ ഉള്ളിൽ കിളിങ്ങാൻ തുടങ്ങി. എന്ത് സംഭവിച്ചെന്നറിയോ? ഞാൻ സങ്കടം കൊണ്ട് നിറഞ്ഞു. കുഞ്ഞിനെ അടിക്കാൻ പറ്റുമോ? മാത്രമല്ല കയ്യിലിരുന്ന പൈസയും പോയി. ശ്രദ്ധിക്കുക, പർപ്പസ് അറിയാതെ നമ്മൾ എന്തിനോടെങ്കിലും അപ്രോച്ച് ചെയ്താൽ, നമുക്ക് തോന്നിയ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അത് നശിക്കും. ആമേൻ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു VCRന്റെ കാര്യം. എനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ അതിൽ കയറി പിടിച്ചു. ആ VCR നശിച്ചുപോയി. ആമേൻ. എന്തിനും നാം പർപ്പസ് അറിഞ്ഞിരിക്കണം. നമ്മുടെ കുടുംബജീവിതത്തിലാണെങ്കിലും നമ്മുടെ ആത്മീയ ജീവിതത്തിലാണെങ്കിലും നാം പർപ്പസ് അറിഞ്ഞിരിക്കണം. ആമേൻ. ഇന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പല കുടുംബങ്ങളും നശിച്ചു പോയിരിക്കുന്നു. പല സഹോദരിമാരും കല്യാണം കഴിച്ചു ഇവരുടെ വീട്ടിലൊന്നും തിരിച്ചു നിൽക്കുന്നു. കാര്യം അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ സഹോദരിമാർക്ക് അറിഞ്ഞുകൂടാ വിവാഹ ജീവിതത്തിൽ അവരുടെ പർപ്പസ് എന്താണെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യും? അവർ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുവാനായിട്ട് ശ്രമിക്കും. അതോടുകൂടെ പുരുഷന് ദൈവം നാച്ചുറലായിട്ട് ആധിപത്യം സ്ഥാപിക്കുവാനായിട്ട് ഉള്ള കൃപ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവർ എത്ര സാധാരണപ്പെട്ട പുരുഷന്മാർ എത്ര സ്ത്രീ മേലെ കയറാൻ ശ്രമിച്ചാലും അവരെന്ന് സമ്മതിക്കുകയില്ല. ഒരു പ്രത്യേക ഈഗോ ദൈവം തന്നെ അവർക്ക് കൊടുത്തിരിക്കുക. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്ന അറിയാമോ? സ്ത്രീക്ക് സ്ത്രീയുടെ പർപ്പസ് അറിയാത്തത് കൊണ്ട് അനേക കുടുംബങ്ങൾ നരകമായി മാറുകയാണ്. ഈ ഫ്ലാസ്ക് പൊട്ടുന്നത് പോലെ അവരുടെ കുടുംബവും പൊട്ടിയിരിക്കുകയാ. കാരണം ദൈവം അവരെ വെച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ വചനം പറയാം, മനുഷ്യൻ ഏകനായിരിക്കണം നല്ലതല്ല. പുരുഷൻ ഒറ്റയ്ക്ക് ജോലി ചെയ്യും. പുരുഷന് ദൈവം ജോലി കൊടുക്കുമ്പോൾ തോട്ടം കാക്കുക എന്ന ജോലി കൊടുക്കുമ്പോൾ സ്ത്രീയില്ല. പുരുഷൻ ഏകനായി ജോലി ചെയ്യുന്നത് കണ്ടപ്പോൾ ദൈവം പറയുകയാണ് സ്വയമായി, പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് തക്ക ഒരു തുണ. എന്ന് ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചു നോക്കിയ എ ഹെൽപ്പ്, അവനൊരു സഹായിയെ കൊടുക്കണം. തുടർന്നാണ് സ്ത്രീയുടെ ഉത്ഭവം. അപ്പൊ സ്ത്രീയുടെ പർപ്പസ് എന്തുവാ? പുരുഷന്റെ പർപ്പസിൽ സഹായിക്കുക. മനസ്സിലായോ? സഹായി മുൻപിൽ നിൽക്കത്തില്ല. മെയിൻ ആരെയാണ് ദൈവം പർപ്പസ് ഏൽപ്പിച്ചത്, ആ വ്യക്തിയെ മുൻപിൽ നിൽക്കുകയുള്ളൂ. ആ പുരുഷൻ പറയുന്നതിനനുസരിച്ച് ദൈവിഷ്ടം ചെയ്യുവാൻ സഹോദരിമാരെ ഒരുമിച്ച് സഹായിക്കുകയാണ് വേണ്ടത്. പക്ഷെ നമ്മുടെ ഈ ലോകത്തുള്ള വാസികൾ വായിച്ചാൽ സഹോദരിമാർ അതിനനുസരിച്ച് നിൽക്കുവോ? നിൽക്കില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഫ്ലാസ്ക് കിലുങ്ങണ പോലെ കിലുങ്ങേണ്ടതായിട്ട് വരും. പുരുഷന്മാരും സ്ത്രീകളും ദൈവം വെച്ച പർപ്പസ് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബജീവിതം മനോഹരമാവും. ദൈവവേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ, അതിനുവേണ്ടി പഠിക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. ദൈവം പുരുഷന് വെച്ച പർപ്പസിൽ പുരുഷനും നിൽക്കണം, ഭാര്യയെ സ്നേഹിക്കണം. അത് ദൈവവചനത്തിൽ എങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടോ, കുറവുകളുള്ള സഭയെ കർത്താവ് സ്നേഹിക്കുന്നത് പോലെ തന്നെ പുരുഷൻ കുറവുകളുള്ള ഭാര്യയെ സ്നേഹിക്കണം. മനസ്സിലായോ? അതോടൊപ്പം തന്നെ ഭാര്യമാരെന്ത് ചെയ്യണം? ദൈവം എങ്ങനെയാണ് ഏൽപ്പിച്ചത്, ഭാര്യയ്ക്ക് സെപ്പറേറ്റ് ഒരു വിഷൻ ഉണ്ടാകരുത്. പുരുഷന് ദൈവം കൊടുത്ത അതേ വിഷൻ തന്നെയായിരിക്കണം സ്ത്രീകൾക്കുള്ളത്. അതിൽ ഉറച്ചു നിൽക്കുകയും കീഴ്പ്പെട്ട് നിൽക്കുകയും ദൈവം വെച്ച പർപ്പസിൽ നിന്നാൽ ആ കുടുംബം മനോഹരമായിരിക്കും. ശ്രദ്ധിക്കുക, അല്ല എങ്കിൽ ദൈവവേല ചെയ്യുന്നവരുടെ ജീവിതത്തിൽ പിശാച് പിടിക്കുന്ന മെയിൻ സ്ഥലമാണ് അവരുടെ കുടുംബജീവിതം. അനേക പാസ്റ്റർമാർ പുൾപിറ്റിൽ സിംഹമായിരിക്കാം, പക്ഷേ വീട്ടിൽ
അവരുടെ ജീവിതം വലിയ പരാജയമാണ്. ആമേൻ. കാരണം അവരെ മുൻപോട്ടേക്ക് വിടാതെ പിടിച്ചു വലിക്കുന്നത് സാത്താൻ ഉപയോഗിക്കുന്ന അവരുടെ വീട്ടിലുള്ളവരെ ആയിരിക്കും. അതുകൊണ്ട് ദൈവവചന പ്രകാരം പർപ്പസിൽ നിന്നുകൊണ്ട് കുടുംബജീവിതം പണിയുവാൻ ശ്രമിച്ചാൽ പ്രിയരെ അത് മനോഹരമായി തീരും. ദൈവത്തിന്റെ കരങ്ങൾ എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടാകും. ഏതാനും പർപ്പസുകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ക്ലാസ് മുന്നോട്ടേക്ക് പോവുകയാണ്. പർപ്പസ് മനസ്സിലാക്കിയില്ല എങ്കിൽ നമ്മൾ അതെല്ലാം നശിക്കുവാനായിട്ട് ഇടയാകും. പർപ്പസ് ഓഫ് ബൈബിൾ, വചനത്തിന്റെ, ദൈവവചനത്തിന്റെ, നമ്മുടെ കയ്യിലുള്ള ഈ പുസ്തകത്തിന്റെ, എന്റെ ശബ്ദപരിധിയിൽ കേൾക്കുന്നവർ മനസ്സിലാക്കുക, എന്താണ് ബൈബിളിന്റെ പർപ്പസ്. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇത് അലങ്കാര വസ്തുവല്ല. ഇത് പല പല വെർഷനുകളില് എന്റെ ബൈബിൾ നിന്റെ ബൈബിൾ എന്ന് പറഞ്ഞാൽ അടിച്ചു കൂട്ടാനുള്ളതല്ല. പകരം ഇതിന്റെ എല്ലാം കണ്ടന്റ് ഒന്നാ. എന്താണ് ബൈബിളിന്റേതായ പർപ്പസ്? ദൈവത്തിന്റെ പൂർണ്ണമായ ആലോചന വെളിപ്പെടുത്തുകയാണ് ബൈബിളിന്റെ പർപ്പസ്. ആർക്ക്? മനുഷ്യർക്ക് ദൈവത്തിന്റെ ഹൃദയത്തിലെ ആലോചന വെളിപ്പെടുത്തുകയാണ് ബൈബിളിന്റെ പർപ്പസ്. എന്തിനാണ് നമ്മൾ ഈ വചനം പഠിക്കുന്നത്? എന്തിനാണ് ഈ വചനം പഠിക്കുന്നത്? ചിലർ ഡിഗ്രി എടുക്കാൻ പഠിക്കുന്നു, BTH, MDiv, MTH, PhD. ഇതൊക്കെ നല്ലത് തന്നെ, ഒന്നും തെറ്റെന്നല്ല. പക്ഷേ അതെല്ലാം റോങ് റീസൺസ്. നമ്മൾ ഈ വചനം പഠിക്കാൻ തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെ സർട്ടിഫിക്കറ്റ് കിട്ടും. കർത്താവുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത്, ഇൻ ഫ്യൂച്ചറിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നത്. കാരണം നിങ്ങൾക്കുള്ള ആ ദൈവത്തിന്റെ ആത്മാവ് തരാൻ പോകുന്ന അറിവ് സാധാരണപ്പെട്ട യൂണിവേഴ്സിറ്റികൾ അതിന്റെ മുമ്പിൽ മുട്ടുമടക്കും. നിങ്ങൾ വാ തുറക്കുമ്പോൾ വലിയ വലിയ PhD-കാരും MDiv-കാരൊക്കെ അവരെ അതിശയിച്ച് നിൽക്കുവാനിടയാകും. അവർ പറയും, മുക്കുവനായ പത്രോസിനോട് പറഞ്ഞതുപോലെ, ഇവർ വെറും സാധാരണക്കാരല്ലേ, എവിടെ നിന്ന് കിട്ടി ഇവർക്ക് ജ്ഞാനം? ആമേൻ. കർത്താവ് യേശുവിനോട് മുമ്പിൽ ജനം പറഞ്ഞതുപോലെ, ഇവൻ തച്ചന്റെ മോനല്ലേ, എവിടെ നിന്ന് കിട്ടി ജ്ഞാനം? ആമേൻ. ഹല്ലേലൂയ. പ്രിയരെ, സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വേറൊരു കാര്യം. എന്നാൽ സർട്ടിഫിക്കറ്റ് അല്ല. എന്തിനാണ് നാം വചനം പഠിക്കുന്നത്? ക്വിസ് കോമ്പറ്റീഷനിൽ 1ാം സ്ഥാനം മേടിക്കാനോ? വചനം പഠിക്കുന്നതിന്റെ ലക്ഷ്യം മനസ്സിലാക്കിയാണോ വചനം പഠിക്കുവാൻ? ഒരു സർട്ടിഫിക്കറ്റോ ഒരു ഡിഗ്രിയോ ഒരു ക്വിസ് കോമ്പറ്റീഷൻ 1ാം സ്ഥാനം മേടിക്കാനല്ല നാം വചനം പഠിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നത് ശ്രദ്ധിക്കുക. 2 തിമോത്തി 3:15-16 വാക്യങ്ങൾ നമുക്ക് ശബ്ദമുയർത്തി വായിക്കാം. 2 തിമോത്തി 3:14-15 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: നീയോ ഇന്നവരോട് പഠിച്ചു എന്നോർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം.